പ്രിയമുള്ളവരെ, വചനജ്വാല 1799 ദിനത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്ന് 2026 ഓഗസ്റ്റ് 4 ചൊവ്വാഴ്ച എല്ലാവർക്കും ഏറ്റവും സുന്ദരമായ ഒരു സുപ്രഭാതം ആശംസിക്കുന്നു. ഇന്ന് മാതാവിന്റെ സ്വർഗാരോപണ തിരുനാളിന്റെ 15 നോമ്പ് 4-ാം ദിവസത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്നത്തെ വചന വായനയിൽ ദാനിയേലിന്റെ പുസ്തകം 11-ാം അധ്യായം 16 മുതൽ 30 വരെയുള്ള തിരുവാക്യങ്ങളാണ് നാം ശ്രവിക്കുക. എന്നാൽ ആക്രമണകാരി സ്വേച്ഛാനുസൃതം പ്രവർത്തിക്കും, ആർക്കും അവനെ ചെറുത്തു നിൽക്കാൻ കഴിയുകയില്ല. മഹത്വത്തിന്റെ ദേശത്ത് അവൻ നിൽക്കുകയും അത് അവന്റെ പിടിയിൽ അമരുകയും ചെയ്യും. ദക്ഷിണ ദേശത്തെ രാജാവിന്റെ പ്രദേശങ്ങൾ മുഴുവൻ കീഴടക്കാൻ അവൻ തീരുമാനിക്കും. അവനുമായി സന്ധി ചെയ്യുകയും അവനെ നശിപ്പിക്കാൻ വേണ്ടി തന്റെ പുത്രിയെ വിവാഹം ചെയ്തു കൊടുക്കുകയും ചെയ്യും. എന്നാൽ ആ ശ്രമം വിജയിക്കുകയില്ല, അത് അവനെ ഉപകരിക്കുകയുമില്ല. അനന്തരം അവൻ തീരപ്രദേശങ്ങളിലേക്ക് തിരിഞ്ഞ് അവയിൽ പലതും പിടിച്ചടക്കും. പക്ഷേ ഒരു സൈന്യാധിപൻ അവന്റെ ഔദത്യത്തിനെ കടിഞ്ഞാണിടും. ആ അഹങ്കാരം അവനെതിരായി തന്നെ തിരിയും. അപ്പോൾ അവൻ സ്വന്തം നാട്ടിലെ കോട്ടകളിലേക്ക് മടങ്ങും. പക്ഷേ അവൻ കാലിടറി വീഴും, അത് അവന്റെ അവസാനമായിരിക്കും. പിന്നെ അവന്റെ സ്ഥാനത്ത് മറ്റൊരുവൻ ഉയർന്നു വരും. അവൻ മഹത്വത്തിന്റെ ദേശത്ത് നിന്ന് കപ്പം പിരിക്കാൻ ഒരുവനെ അയക്കും. എന്നാൽ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ അവൻ പരസ്യമായിട്ടോ യുദ്ധത്തിലോ അല്ലാതെ സംസ്കരിക്കപ്പെടും. അവന്റെ സ്ഥാനത്ത് നിന്ദ്യനായ വേറൊരുവൻ ഉയരും. അവന് രാജപദവി ലഭിച്ചിരുന്നില്ല. അവൻ മുന്നറിയിപ്പൊന്നും കൂടാതെ ചതിയിൽ രാജ്യം കരസ്ഥമാക്കും. അവൻ തന്റെ മുൻപിൽ നിന്ന് സൈന്യങ്ങളെ ഉടമ്പടിയെ പൃഥുവിനെ പോലെയും തൂത്തുമാറ്റും. സന്ധി ചെയ്യുന്ന നിമിഷം മുതൽ അവൻ വഞ്ചനയോടെ പെരുമാറും. അനുയായികൾ കുറച്ചേ ഉള്ളൂവെങ്കിലും അവൻ പ്രബലനാകും. മുന്നറിയിപ്പ് കൂടാതെ ദേശത്തെ ഏറ്റവും സമ്പന്നമായ ഭാഗങ്ങളിലേക്ക് കടന്നു വരും. പിതാക്കന്മാരോ പിതാമഹിമന്മാരോ ചെയ്തിട്ടില്ലാത്ത ക്രൂരതകൾ അവൻ ചെയ്യും. തന്റെ അനുചരന്മാർക്ക് അവൻ കൊള്ളവസ്തു പങ്കിട്ടു കൊടുക്കും. അവൻ ശക്തിദുർഗങ്ങൾക്കെതിരെ ഉപായങ്ങൾ പ്രയോഗിക്കും. പക്ഷേ കുറെ കാലത്തേക്ക് മാത്രമേ അത് വിജയിക്കുകയുള്ളൂ. ശക്തിയും ധൈര്യവും ഉണർന്ന് അവനൊരു മഹാസൈന്യമായി ദക്ഷിണദേശത്തെ രാജാവിനെതിരെ വരും. ദക്ഷിണദേശത്തെ രാജാവ് വളരെ വലുതും അതിശക്തവുമായ ഒരു സൈന്യത്തോടു കൂടെ അവനെ നേരിടും. എന്നാൽ ചതിപ്രയോഗം മൂലം അവനെ പിടിച്ചു നിൽക്കാൻ കഴിയുകയില്ല. അവന്റെ മേശമേൽ ഭക്ഷിക്കുന്നവൻ തന്നെ അവനെ നശിപ്പിക്കും. അവന്റെ സൈന്യം നിർമ്മാർജ്ജനം ചെയ്യപ്പെടുകയും അനേകർ മരിച്ചു വീഴുകയും ചെയ്യും. ഈ 2 രാജാക്കന്മാരുടെയും മനസ്സുകൾ തിന്മയിലേക്ക് ചാഞ്ഞിരിക്കും. ഒരേ മേശയ്ക്ക് ചുറ്റും ഇരുന്നു കൊണ്ട് അവർ അസത്യം പറയും, പക്ഷേ ഒന്നും ഫലിക്കുകയില്ല. കാരണം അവസാനത്തിനുള്ള നിശ്ചിത സമയം ആസന്നമായിട്ടില്ല. അവൻ വലിയ സമ്പത്തോടെ സ്വദേശത്തേക്ക് മടങ്ങിപ്പോകും. പക്ഷേ അവന്റെ ഹൃദയം വിശുദ്ധ ഉടമ്പടിക്കെതിരെ ഉറച്ചിരിക്കും. അവൻ തന്നിഷ്ടം പ്രവർത്തിക്കുകയും സ്വദേശത്തേക്ക് മടങ്ങിപ്പോകുകയും ചെയ്യും. നിശ്ചിത സമയത്ത് അവൻ തെക്കോട്ട് മടങ്ങി വരും. ഇത്തവണ മുൻപത്തേതുപോലെ ആയിരിക്കുകയില്ല. കിത്തിമിലെ കപ്പലുകൾ അവനെ എതിർക്കും. അവൻ ഭയപ്പെട്ട് പിന്മാറി തിരിച്ചു വന്ന്
ക്രുദ്ധനായി വിശുദ്ധ ഉടമ്പടിക്കെതിരെ പ്രവർത്തിക്കും. അവൻ പിൻവാങ്ങി വിശുദ്ധ ഉടമ്പടി ഉപേക്ഷിച്ചവരുടെ വാക്ക് ശ്രവിക്കും. ദൈവത്തിന്റെ തിരുവചനമാണ് നാം ശ്രവിച്ചത്. പ്രിയമുള്ളവരെ, ആഗോള കത്തോലിക്ക സഭയിൽ ഇന്ന് വിശുദ്ധ ജോൺ മരിയ വിയാനി പുണ്യവാനെ അനുസ്മരിക്കുന്ന ഏറ്റവും ധന്യമായ ദിവസം. ഫ്രാൻസിലെ ഡാർഡില്ലി എന്ന ഗ്രാമത്തിൽ മാത്യു വിയാനിയുടെയും മരിയായുടെയും മകനായി ജോൺ ജനിച്ചു. മാതാപിതാക്കൾ ഭക്തരും കർഷകരും ആയിരുന്നു. പഠനത്തിൽ മോശമായിരുന്ന ജോൺ 27-ാം വയസ്സിൽ സെമിനാരിയിൽ ചേർന്നത്. അവിടെയും പഠനം മോശമാണെന്നും സ്വഭാവം നല്ലതാണെന്നും ഡോക്ടർ അറിയിച്ചു. വികാരി ജനറൽ വിയാനി ഭക്തിപൂർവം കൊന്ത ചെല്ലുമോ എന്ന ചോദ്യത്തിന് ദൈവഭക്തിയിൽ 1-ാം സ്ഥാനം ജോണിനാണ് എന്നറിഞ്ഞ് പട്ടം കൊടുത്തു. 2 കൊല്ലം സഹവികാരിയായി. പിന്നീട് ആർസിലെ വികാരിയായി. കുംഭസാരവും കുർബാനയുമില്ലാതെ മദ്യവും മേളവുമായി കഴിഞ്ഞിരുന്ന ആർസ് അനുതാപ കേന്ദ്രമായി മാറി. ദിവസത്തിൽ 18 മണിക്കൂർ വരെ കുംഭസാരക്കൂട്ടിൽ ചെലവഴിച്ചു. ഭക്ഷണം പച്ചവെള്ളവും പുഴുങ്ങിയ ഉരുളൻകിഴങ്ങും മാത്രം. പ്രകോപിതരായ പിശാചുക്കൾ ജോണിന്റെ കട്ടിലിനെ തീവെച്ചു എങ്കിലും ഒന്നും സംഭവിച്ചില്ല. ഒരുപാട് ആരോപണമുണ്ടായി. ഇദ്ദേഹം നന്നായി പ്രസംഗിക്കുമായിരുന്നു. മെത്രാന്മാരും വൈദികരും അടക്കം 20 വർഷം കൊണ്ട് 20 ലക്ഷം പാപികൾ കുംഭസാരക്കൂട്ടിൽ അണഞ്ഞിരുന്നു. പ്രായശ്ചിത്തം കൊണ്ട് ശരീരം വളരെയേറെ മെലിഞ്ഞിരുന്നു. കാര്യമായ രോഗങ്ങളൊന്നുമില്ലാതെ ഒരാഴ്ചത്തെ ആലസ്യത്തിന് ശേഷം 73-ാം വയസ്സിൽ അദ്ദേഹം ഈ ലോകത്തോട് യാത്ര പറഞ്ഞു. പ്രിയമുള്ളവരെ, വൈദികരുടെ മധ്യസ്ഥനായ വിശുദ്ധ ജോൺ മരിയ വിയാനി പുണ്യവാന്റെ മാധ്യസ്ഥം യാചിച്ച് ഇന്നത്തെ ഈ നല്ല ദിവസത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. എല്ലാവർക്കും നല്ല ഒരു ചൊവ്വാഴ്ച ദിവസം ആശംസിക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.